ഈ കാമഭ്രാന്തന്മാർ, അതായത് ഈ 10-50 വയസ്സുള്ള കാമഭ്രാന്തന്മാർ സമൂഹത്തിലെ ഉന്നതരാണെന്ന് നടിക്കുന്ന ചില മനുഷ്യ മൃഗങ്ങൾ, ഇവന്മാരുടെയൊക്കെ വീട്ടിലുള്ളവർക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വന്നത് ഒരു ഭീകര ദുരന്തം തന്നെയാണ്. അങ്ങനെ ഈ അച്ഛനും അമ്മയും ഈ പെണ്ണും കൂടിയിട്ട് 17 വർഷം നീതിക്ക് വേണ്ടിയിട്ട് ഓരോ കോടതികളും കയറി ഇറങ്ങുകയായിരുന്നു. കുറച്ച് മുന്നേ എന്ന് പറഞ്ഞാൽ അഭയ കേസ് അന്വേഷിച്ച ഒരു പോലീസുകാരൻ ഇപ്പോൾ റിട്ടയർഡാണ്. ഓനിപ്പോൾ തലയും പാലും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. അതുപോലെ തങ്കമണി സംഭവത്തിൽ ഉൾപ്പെട്ട ഒരു പോലീസുകാരൻ, ഇവനൊക്കെ ഇപ്പൊ തിന്നു മുടിക്കുന്നത് നമ്മുടെ നികുതി പണം കൊണ്ടുള്ള പെൻഷൻ പറ്റിയിട്ടാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 28 വർഷങ്ങൾക്ക് മുമ്പ് കേരള ജനത ഒന്നടങ്കം തലകുനിച്ച് നിന്ന, നാണം കെട്ട് നിന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ 42 പേര്, അതായത് തന്തയുടെ പ്രായമുള്ള 42 പേര്, ഇവന്മാരുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ യാതൊരുവിധ പരിഗണനയും നൽകാതെ 42 പേരാണ് ഈ പെൺകുട്ടിയെ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. പലരും പല സന്ദർഭങ്ങളിലും ആൾക്കാരായാലും കോടതിയായാലും വരെ ചോദിച്ചിട്ടുണ്ട്, രക്ഷപ്പെടാമായിരുന്നില്ലേ, ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ട് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്ന്. അതായത് മരുന്ന് കുത്തിവെച്ച് പീഡനത്തിനിരയാക്കിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട്, അതായത് നിന്റെ അച്ഛനോട് പറയും, നിന്റെ അമ്മയോട് പറയും, നാട്ടുകാരോട് പറയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ആ പെൺകുട്ടി എവിടെയോടാനാണെന്ന് പറയുന്നത്. ഇന്നും അതൊക്കെ ഈ വാർത്താ മാധ്യമങ്ങളിൽ ആ പഴയ ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പുച്ഛം തോന്നുകയാണ്. അതായത് ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? 16 വയസ്സുള്ള ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയോട് ഈ കാമഭ്രാന്തന്മാർ, അതായത് ഈ 10-50 വയസ്സുള്ള കാമഭ്രാന്തന്മാർ സമൂഹത്തിലെ ഉന്നതരാണെന്ന് നടിക്കുന്ന ചില മനുഷ്യ മൃഗങ്ങൾ, ഇവന്മാരുടെയൊക്കെ വീട്ടിലുള്ളവർക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വന്നത് ഒരു ഭീകര ദുരന്തം തന്നെയാണ്. ഈ 42 പേരുടെയും കുടുംബം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ട ജീവിതമായിരുന്നു പിന്നീട് അവരുടേത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവരുടെ വീട്ടിലെ പെൺമക്കൾക്ക് വെളിയിലിറങ്ങാൻ കഴിയാതെ പലരും വിവാഹമോചിതരായി, ചിലരൊക്കെ ആത്മഹത്യ ചെയ്തു, ചിലർ നാട് വിട്ടുപോയി. അങ്ങനെ പലരും, അതായത് ദൈവം കൃത്യമായിട്ട് ഇവന്മാർക്കുള്ള ശിക്ഷ കൊടുത്തു എന്നുള്ളതാണ്. ഇതിലെല്ലാം എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്രമാണിമാർ, രാഷ്ട്രീയ നേതാക്കൾ, ഉന്നത ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ വരെയുണ്ട്. അഡ്വക്കേറ്റായ ഒരു ധർമ്മരാജൻ എന്ന് പറയുന്നവനാണ് ഇതിൻ്റെ ഒരു ഹെഡ്, ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയതിൻ്റെ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ഈ അച്ഛനും അമ്മയും ഈ പെണ്ണും കൂടിയിട്ട് 17 വർഷം നീതിക്ക് വേണ്ടിയിട്ട് ഓരോ കോടതികളും കയറി ഇറങ്ങുകയായിരുന്നു. അതിലേറ്റവും ഭയങ്കര വിഷമിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർക്കിള് ഒരു ദിവസം ഈ അച്ഛനെ വിളിച്ച് പറയുകയാണ്, നാളെ തെളിവെടുപ്പിന് നിങ്ങളുടെ മകളെയും കൊണ്ടുപോകണം, പക്ഷേ വേറെ വണ്ടിയൊന്നുമില്ല, വണ്ടി നിങ്ങൾ റെഡിയാക്കണം, അതിന് ഏകദേശം 1 ലക്ഷം രൂപയോളം വേണമെന്ന്. മകൾക്ക് നീതിക്ക് വേണ്ടിയിട്ട് പരക്കം പായുന്ന ഈ അച്ഛനോടാണ് ഈ പോലീസ് ഓഫീസർ ചോദിച്ചത്. ഇന്ന് അവനെയൊക്കെ ഒന്ന് കണ്ടു കിട്ടണമെന്നുണ്ട്. അതായത് ഈ അച്ഛനോട് ഇങ്ങനെ പറയാൻ തോന്നിയ ആ ഒരു സർക്കിള് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആ ഒരു അയാളില്ലേ, ആ ചെങ്ങായിയൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെയൊക്കെ ഇന്നൊന്ന് പൊതുസമൂഹത്തിൽ കാണണം, ഒന്ന് കണ്ടു കിട്ടണമെന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ച് മുന്നേ എന്ന് പറഞ്ഞാൽ അഭയ കേസ് അന്വേഷിച്ച ഒരു പോലീസുകാരൻ ഇപ്പോൾ റിട്ടയർഡാണ്. ഓനിപ്പോൾ തലയും പാലും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. അതുപോലെ തങ്കമണി സംഭവത്തിൽ ഉൾപ്പെട്ട ഒരു പോലീസുകാരൻ, ഒരു CI, അയാൾ തലയും പാലും ഇല്ലാതെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇവനൊക്കെ ഇപ്പോൾ തിന്നു മുടിക്കുന്നത് നമ്മുടെ നികുതി പണം കൊണ്ടുള്ള പെൻഷൻ പറ്റിയിട്ടാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇത്രയും ദ്രോഹം സമൂഹത്തിന് ചെയ്തിട്ട് നമ്മൾ തന്നെയാണ് ഇപ്പോഴും അവനെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ അകത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് വരാം. ആ ഒരു സംഭവത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ പേര് ഇതുവരെ പുറത്തു വിട്ടില്ല എന്നുള്ളതാണ്. പുറത്തു വിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആ പെൺകുട്ടി ആമി എന്ന് വിളിക്കാം. 1996 ഈ ഒരു സംഭവം നടക്കുന്നത്. ഇടുക്കി ജില്ലയിൽ സൂര്യനെല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് പോസ്റ്റ്മാനായിരുന്ന ഒരു അച്ഛൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടത്തിലെ ജീവനക്കാരിയായിരുന്ന അമ്മയുടെയും 2 മക്കളുടെ ഇളയവളാണ് ഈ 16 വയസ്സുകാരി. മൂത്ത സഹോദരിയുണ്ട്, 3 വയസ്സിന് മൂത്തതാണ്. ആ കുട്ടിയാണെങ്കിൽ നേഴ്സിംഗ് പഠനത്തിലായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും പോകുന്നത് സ്കൂളിലേക്ക് പോകുന്നത് ബസ്സിലാണ്, പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം പോസ്റ്റ്മാൻ്റെ മകളാണ്. അതുമാത്രമല്ല എല്ലാ
ദിവസവും ഈ പെൺകുട്ടി രാവിലെ ബസ്സിൽ പോകാറുണ്ട്. അങ്ങനെ ആമി ഈ കണ്ടക്ടർ രാജുവുമായിട്ട് എടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ബസ് കണ്ടക്ടർമാരോടും ഡ്രൈവർമാരോടൊക്കെ പെമ്പിള്ളേർക്ക് കുറച്ച് ആരാധന കൂടുമെന്നുള്ളതാണ്. അത് എല്ലാവർക്കും ആരാധന ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കണ്ടക്ടർമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ലൈനുകളൊക്കെ ഉണ്ടാവും, ഏതിലോ പെൺകുട്ടികളൊക്കെ ആയിട്ട്. ചില ആൾക്കാരുമായിട്ട് ചില ടീമുകൾ ഒളിച്ചോടിയിട്ടുമുണ്ട് അന്നത്തെ കാലത്ത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം ഈ കണ്ടക്ടർ പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ സ്ഥലം വിടാം, നമുക്ക് പല സ്ഥലങ്ങളും ഒന്ന് കറങ്ങിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ അങ്ങനെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. 1996 ജനുവരി 16 സ്കൂളിലേക്ക് പോയ ആമി പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. വൈകുന്നേരമായിട്ടും ആമിയെ കാണുന്നില്ല. നേരെ ഒരു ജീപ്പ് എടുത്തിട്ട് ഈ അച്ഛൻ എല്ലാ കൂട്ടുകാരുടെ വീട്ടിലും അതുപോലെ തന്നെ ബന്ധു വീടുകളിലൊക്കെ അന്വേഷണം നടത്തി. അപ്പോഴാണ് ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നും ഒരു വിവരം കിട്ടുന്നത്. ഈ ബസ്സിലെ കണ്ടക്ടറുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്, അവളുടെ ലൈനാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആ കണ്ടക്ടറെ അന്വേഷിച്ചു പോയി രാജുവിൻ്റെ വീട്ടിൽ. അവിടെ രാജു ഉണ്ടായിരുന്നില്ല, രാജുവും നാടുവിട്ടിരിക്കുകയാണ്. ഏതായാലും പെൺകുട്ടിയെയും കൊണ്ടാണ് രാജു നാടുവിട്ടത് എന്ന് പിന്നെ മനസ്സിലായി. അങ്ങനെ 17 രാവിലെ പോയിട്ട് ഈ അച്ഛൻ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. കംപ്ലൈൻറ്റ് കൊടുത്തപ്പോഴും അവിടുന്ന് പോലീസുകാരെല്ലാം പരിഹസിച്ചു. അതായത് നാടുവിട്ടു പോയതല്ലേ, ഒളിച്ചോടിയതല്ലേ, ഇനി കല്യാണമൊന്നും കഴിപ്പിച്ച് കൊടുക്കണ്ടല്ലോ, ഇനി പൈസയൊന്നും ഉണ്ടാക്കണ്ടല്ലോ, പോയി ജീവിക്കട്ടെ എന്നുള്ള തരത്തിൽ പോലീസുകാരും പരിഹസിച്ചു വിട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഈ അച്ഛൻ സ്വന്തം നിലയിൽ പല സ്ഥലങ്ങളിലും അന്വേഷണം ആരംഭിച്ചു. അതുപോലെ തന്നെ അമ്മയാണെങ്കിൽ പ്രാർത്ഥനയിലും മുഴുകി. അങ്ങനെ ഇവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ തകിടം മറിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ഒരു ദിവസം 40 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരാൾ വന്ന് പറയുകയാണ്, നിങ്ങളുടെ മകൾ പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ഈ അച്ഛൻ പെട്ടെന്ന് തന്നെ ഓടി അവിടെ എത്തുന്നു. അവിടെ എത്തുമ്പോഴേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ആൾക്കാരെ കാണുമ്പോൾ ഭയന്നു പോകുന്ന തൻ്റെ മകളെയാണ്, മാനസിക നില തെറ്റിയ പോയ തൻ്റെ മകളെയാണ്. ഏതായാലും കൈ നിറയെ പൈസയും ചുരുട്ടി പിടിച്ചിട്ടാണ് മകളിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഒരച്ഛനും സഹിക്കാൻ കഴിയാത്തൊരു കാഴ്ചയായിരുന്നു അത്. അച്ഛൻ പെട്ടെന്ന് തന്നെ മോളെ എന്ന് വിളിച്ചടുത്ത് പോയപ്പോൾ വിറച്ചുകൊണ്ട് ഈ പെൺകുട്ടി പിന്നോട്ട് വാഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ വെച്ച് പരിശോധിച്ചു. അപ്പോഴേ അവിടുത്തെ ഡോക്ടർമാർ വരെ കരഞ്ഞുപോയി എന്നുള്ളതാണ്. കാരണം ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. അതുമാത്രവുമല്ല, ക്രൂരമായിട്ട് ബലാത്സംഗത്തിനും ഇരയായിട്ടുണ്ട്. സ്വകാര്യ ഭാഗങ്ങളിൽ അടക്കം നല്ല രീതിയിലുള്ള പരിക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് ദിവസത്തെ ചികിത്സയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടി നോർമലായി കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതായത് രാജുവിൻ്റെ കൂടെയാണ് ഈ പെൺകുട്ടി പോയത്. അവിടെ നിന്നും നേരെ കോട്ടയത്തിന് പോയി. അവിടെ ധർമ്മരാജൻ, ഉഷ എന്ന് പറയുന്ന 2 പേരെയാണ് ഈ രാജു ഏൽപ്പിച്ചത്. പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ തേനി, കമ്പം, കന്യാകുമാരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിരവധി പേര് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഏകദേശം 40 ദിവസം കൊണ്ട് 42 പേര്, അതും സമൂഹത്തിലെ ഉന്നതർ, പോലീസുകാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാം ഉന്നതർ മാത്രമാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വലിയ പണക്കാരാണ്, നിലയും വിലയുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടീമുകളാണ് ഇതിൻ്റെ അകത്ത് പ്രതികൾ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുകയാണ്. 1996 മാർച്ച് 18 പോലീസ് കേസെടുക്കുന്നത്. 1999 പ്രത്യേക കോടതിയിൽ ഈ കേസ് വിചാരണ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഈ കേസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. അതായത് ലോക്കൽ നേതാക്കന്മാർ, അവിടെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ലോക്കൽ പാർട്ടികളുടെ നേതാക്കന്മാർ ഇവരുടെ വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്തലായി. അതുപോലെ നാട്ടുകാരാണെങ്കിൽ വളരെ മോശമായ രീതിയിൽ പെരുമാറലായി. പിന്നീട് അങ്ങോട്ട് ബന്ധുക്കൾ പോലും ഇവരെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയെയും വീട്ടുകാരെയും ഒരു ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാറില്ല. ഈ സ്ത്രീ, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു. അതായത് സഹോദരൻ്റെ മകളുടെ കല്യാണത്തിന് ഇവരെ വിളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പിന്നെ ഇങ്ങനെയൊരു സഹോദരിയുണ്ട്, ഇങ്ങനെയൊരു ബന്ധുവുണ്ട്, സൂര്യനെല്ലിയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറയുക പോലും ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത്രമാത്രം വിഷമിച്ചു ഈ കുടുംബം എന്നുള്ളതാണ്. അതായത് ഈ പെൺകുട്ടി 40 ദിവസം അനുഭവിച്ചതിൻ്റെയും ഇരട്ടിയാണ് ഈ കുടുംബം മുഴുവൻ പിന്നെ 17 വർഷം അനുഭവിച്ചത്, അതും നമ്മുടെ സമൂഹത്തിൽ നിന്ന്. പിന്നെ അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലവരായ കുറച്ച് ആൾക്കാർ, അതായത് സുഗതകുമാരി ടീച്ചറെ പോലെയുള്ള ഒരുപാട് പിന്നെ നല്ലവരായ ആൾക്കാർ മാത്രമേ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സൂര്യനെല്ലിയിലെ സ്ഥലം തന്നെ വിറ്റിട്ട് പോകേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റുകാർ, നമ്മുടെ നാട്ടിൽ
നാട്ടിലുള്ള ടൂറിസ്റ്റ് ഗൈഡുകൾ ആ വീടിൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഇതാണ് സൂര്യനെല്ലി പെൺകുട്ടിയുടെ വീട്. അങ്ങനെ അത്രമാത്രം മോശപ്പെട്ട രീതിയിലേക്ക് നാട്ടുകാർ അധപ്പതിച്ചു എന്നുള്ളതാണ് ഈ സൂര്യനെല്ലിയിൽ. ഇന്ന് ഓർക്കുമ്പോഴേ ലജ്ജ തോന്നുകയാണ് ആൾക്കാരോട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഇത്രയും അനുഭവിച്ചു. അതുമാത്രവുമല്ല, എന്നിട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പറയുകയാണ് നിങ്ങൾ ഈ കേസിന് പോകണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെല്ലാം ഉന്നതരാണ്, നിങ്ങൾ പോകരുത്, ഒരിക്കലും ഈ കേസിന് വിജയിക്കൂല നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്ന്. ഈ അച്ഛൻ ചോദിച്ചു സാറിനും ഇല്ലേ ഒരു മകള്, സാറിനും 16 വയസ്സായ ഒരു മകളില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ മുഖം കുനിഞ്ഞുപോയി എന്ന്. പല ഉദ്യോഗസ്ഥരും ഇത് തന്നെയാണ് ഇവരോട് പറഞ്ഞത്. എല്ലാ ഉദ്യോഗസ്ഥരും ഇവരോട് പറഞ്ഞ് ഇത് തന്നെ, നിങ്ങൾ കേസിന് പോകരുത് എന്ന്. അങ്ങനെ വളരെ മോശമായിട്ട് വളരെ ക്രൂരമായിട്ട് ഇവരോട് പെരുമാറി എന്നുള്ളതാണ്. പക്ഷേ ഈ അച്ഛൻ ഒരിക്കലും ഓർത്തില്ല 17 വർഷം ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരുമെന്ന്. സാമ്പത്തികപരമായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു ഇവർ, പൈസയില്ലാതെ. അങ്ങനെ എന്താ പറയുക, 17 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് നീതി കിട്ടിയത് എന്നുള്ളതാണ്. അതുവരെ ഈ 4 പേര്, അച്ഛനും അമ്മയും സഹോദരിയും ഈ പെൺകുട്ടിയും കോടതികൾ മുഴുവൻ കയറി ഇറങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. നിരവധി തവണ ഈ മറ്റേ പ്രതികളെല്ലാം അപ്പീലും കാര്യങ്ങളൊക്കെ ആയിട്ട് സുപ്രീം കോടതി വരെ പോയി എന്നുള്ളതാണ്. എല്ലാവരും നല്ല പൈസയുള്ളവരല്ലേ, നല്ല പൈസക്കാരാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇഷ്ടംപോലെ പൈസയുള്ളവർ, സമൂഹത്തിൽ നിലയും വിലയുള്ളവർ. അപ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നീട് അങ്ങോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു. അതായത് കോൺഗ്രസിൻ്റെയൊക്കെ രാഷ്ട്രീയ നേതാവായ കുര്യൻ എന്ന് പറയുന്നയാൾ. അയാൾ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാർ മുഴുവൻ ഇവർക്കെതിരായി എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു സമൂഹം മുഴുവൻ ഇവരെ ഒറ്റപ്പെടുത്തി. പക്ഷേ ഇന്നത്തെ കാലത്താണെങ്കിൽ അങ്ങനെ ഒറ്റപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അന്നത്തെ ആ ഒരു കാലം അങ്ങനെയായിരുന്നു. ഈ 96 കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയയോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഏഷ്യാനെറ്റ് പോലെയുള്ള 1-2 ചാനലുകൾ മാത്രമാണുള്ളത് അന്ന്. അപ്പോൾ അതിൻ്റെ അകത്തൂട്ടിയാണ് നമ്മൾ വാർത്തകളും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ധർമ്മരാജൻ എന്ന് പറയുന്നവൻ പലതവണ ഒളിവിൽ പോകുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ 39 പേരെയാണ് പിടികിട്ടിയത്. ഈ 39 പേരിൽ 35 പേരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും 2013 ഇതിൻ്റെ അവസാനമായിട്ടൊരു വിധി വന്നത് എന്നുള്ളതാണ്. അതായത് ഹൈക്കോടതി വെറുതെ വിട്ടത് സുപ്രീം കോടതി റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നീതി കിട്ടി എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ പെൺകുട്ടിക്ക് സർക്കാർ ജോലി കൊടുത്തിട്ടുണ്ട്. ആ ജോലി കൊടുത്ത സ്ഥാപനത്തിൽ ഒരു തിരിമറി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ പേരിൽ കേസ് വരുന്നു. അങ്ങനെ അവിടെ നിന്നും ആ പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സമൂഹത്തിൽ മുഴുവൻ ഇപ്പോഴും ഈ പെൺകുട്ടിക്ക് നേരെ ഒരു എന്താ പറയേണ്ടത്, എവിടെ കിട്ടിക്കഴിഞ്ഞാലും അപമാനിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ചില ടീമുകളുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതായത് ഈ കേസിനെ പറ്റി നിങ്ങൾക്ക് തോന്നിയത് എന്താണ്, അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇനിയോ ഒരു മാതാപിതാക്കൾക്ക് ഇതുപോലൊരു ഇതുണ്ടാകരുത്, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകരുത്. പക്ഷേ വലിയ ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞതുപോലെ, അതായത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഇന്ന് ക്രൂരമായിട്ട് ഇതുപോലെ ഇതിൽ പെട്ടിട്ട് തെളിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിലോട്ട് ഇങ്ങനെ ബലസ്വ ചെയ്യുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.